അന്ധവിശ്വാസങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയാണ്, തീർച്ചയായിട്ടും ഒരു സമുദായമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്ന ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ സ്വീകരിച്ച ആളുകളാണ്. മലപ്പുറത്തെ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ എത്തിയിട്ടുള്ള ഒരു ഇതുകൂടിയാണ്, ജില്ല കൂടിയാണ് മലപ്പുറം. അതേപോലെ തന്നെ ആശുപത്രികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആശുപത്രികളുള്ളത് എവിടെയാണ്? പെരിന്തൽമണ്ണയാണ്. അപ്പോൾ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് അന്ധവിശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇതിൻ്റെ പിറകിൽ പ്രധാനമായിട്ടുള്ള സാമ്പത്തിക താല്പര്യമാണ്. കാരണം ഈ യൂട്യൂബർമാർക്കൊക്കെ ഇപ്പം നല്ല കൊയ്ത്ത. അതും ഈ ഒരു അന്ധവിശ്വാസങ്ങൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന യൂട്യൂബർമാർക്ക് നല്ല ഡിമാൻഡുണ്ട്. അവർക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. 10,000 കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. കാരണം ഇത് ആഘോഷിക്കുന്നവർ വേറെ പലരും ആണ്. അതുമാത്രമല്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇസ്ലാമിലെ തന്നെ പുരുഷ മേധാവിത്വത്തിന്, അതായത് അവരാണ് ലീഡ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്ത്രീകളിപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടി സ്വതന്ത്രരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആൻ്റെയും ഹദീസിൻ്റെയും വെറും വ്യാജമായിട്ടുള്ള, അല്ലെങ്കിൽ ഖുർആനിലെ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരും മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ കുറേ കാലമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഈ യൂട്യൂബ് വീഡിയോകളെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് അവർ നിരോധിക്കാത്തത്, അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്ന് പറയാത്തത്, അവർ വിചാരിക്കുന്നത് നടക്കട്ടെ, സ്ത്രീകൾ നമ്മുടെ വരുതിയിൽ നിൽക്കുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ആയിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഇതുപോലെ ഇവർ ഉപയോഗിക്കുന്നുണ്ടാവും ഇത്തരം ഈ ഒരു ചികിത്സ. ഇപ്പോൾ പുതിയതായിട്ടുള്ള ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ കേട്ടിട്ടാ, ഒരു വർഷമായിട്ടില്ല ഞാൻ കേട്ടത് ഈയിടെയൊക്കെയാണ്. വീട്ടിലെ പ്രസവം അക്യുപങ്ക്ചർ ഉപയോഗിച്ചുകൊണ്ട് ആ വീഡിയോ ഞാൻ കണ്ടത് ഒരു 10 ദിവസം മുമ്പ് ഞാനാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു സമാന്തരമായിട്ടുള്ള സ്ത്രീകളെ വീട്ടിലേക്ക് ഒതുക്കുന്ന ഒരു രീതി ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചികിത്സാ രീതി, അതിൽ ലാഭം കൊയ്യുന്നുണ്ട് ആൾക്കാർ. നല്ല ചാർജ് ഈടാക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ലക്ഷദ്വീപിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഇവിടെ വീട് ലോൺ വാടകയ്ക്ക് എടുത്തിട്ട് താമസിച്ച് പ്രസവിച്ച് പോകുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ വ്യാപകമായൊരു പ്രസിദ്ധി കൊടുക്കാൻ ഇവർക്ക് ഈ പുതിയ ഗാഡ്ജറ്റുകൾ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നടത്തം ആണ് വാസ്തവത്തിൽ അവർ ചെയ്യുന്നത്. ഒരു സമുദായത്തിൻ്റെ ഒരു പിന്നടത്തം അതാണ്. അത് പ്രധാനമായിട്ട് കമ്പോളം ആണ്. അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ള, അതിനു വേണ്ടി മതത്തെ ഉപയോഗിക്കുക. മതത്തെ എല്ലാ തരത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാണുന്നു. അതിൻ്റെ വേറൊരു വശമാണ് ഇത്, സമ്പത്തുണ്ടാക്കുക. ബോധേഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോധേഡ് ആയതുകൊണ്ടാണല്ലോ അവർ ഇത്രയും കാലം ഇതൊക്കെ സ്വീകരിച്ചത്. ആധുനിക ചികിത്സാ രീതികളൊക്കെ സ്വീകരിച്ചത് ബോധേഡ് ആയതുകൊണ്ട് തന്നെയാണല്ലോ. ഇപ്പോഴും അത് സ്വീകരിക്കുന്നുണ്ട്. ഒരു ചെറിയ വിഭാഗമേ ഉള്ളൂ ഇത്. അവർക്കതിനേക്കാളും പ്രിഫറൻസ് തങ്ങൾക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ അവർ കണ്ടിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാതെ ഒരു 60% സ്ത്രീകൾ പ്രസവിച്ചു പോകും. 60 അതിനേക്കാളും പ്രസവിക്കുന്നുണ്ട് അല്ലേ? നോർമൽ പ്രസവം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനെ അവരുപയോഗിക്കുകയാണ്. അതവരുടെ ചികിത്സ കൊണ്ടോ അവരുടെ പരിരക്ഷ കൊണ്ടോ ഒന്നുമല്ല, അല്ലാതെ തന്നെ സംഭവിക്കും. പ്രകൃത്യ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അക്കൂട്ടത്തിലും ഈ പ്രസവം നടക്കുന്നതോടൊപ്പം തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അതല്ലെങ്കിൽ ആ സമയത്തിന് രക്തക്കുറവുള്ളൊരു സ്ത്രീ, ഇപ്പം ഈ സ്ത്രീ പ്രസവിച്ചു, അതോടുകൂടി കഴിയുന്നില്ലല്ലോ. ആ സ്ത്രീക്ക് പിന്നീട് രക്തസ്രാവം ഉണ്ടാവുകയാണ്. ഇത് 5ാമത്തെ പ്രസവമാണ്. 5ാമത്തെ പ്രസവം എന്ന് പറയുമ്പോൾ തീരെ രക്തം ഉണ്ടാവില്ല. കാരണം ഈ ആരോഗ്യ ഇതുകളൊക്കെ ഉണ്ടല്ലോ, പൊതുജനാരോഗ്യ പ്രവർത്തകർ കൊണ്ടു കൊടുക്കുന്ന ടാബ്ലറ്റ് അതൊന്നും കഴിക്കുന്നുണ്ടാവില്ല. അവരൊരു മൊത്തത്തിലുള്ളൊരു ഈ മോഡേൺ മെഡിസിനെതിരായിട്ടുള്ളൊരു പ്രചരണമല്ലേ നടത്തുന്നത്. അപ്പോൾ ഇതൊന്നും അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ രക്തക്കുറവുണ്ടാവും. നാച്ചുറലി 4 പ്രസവിച്ച ഒരു സ്ത്രീക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് കുറച്ച് രക്തസ്രാവം ഉണ്ടാകുമ്പോഴത്തേക്കും അവർ കൊളാപ്സ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ നോർമൽ ഒരു ഡെലിവറി, കുട്ടി പുറത്തു വരിക എന്നുള്ള പ്രോസസ്സ് മാത്രമല്ലല്ലോ.
അതിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞിൻ്റെ പ്രശ്നം. ഇപ്പോൾ ആ കുഞ്ഞിന് ഒരുപക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് അവിടെ പെരുമ്പാവൂർ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഓക്സിജൻ കുറഞ്ഞിട്ടുണ്ടാവാം, അതിന് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ടുണ്ടാവാം, അതൊക്കെ അതിൻ്റെ ബ്രെയിനിനെ ബാധിക്കാം. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള ഭാവി വളർച്ചയിൽ അച്ഛൻ ജയിലിലായി, അമ്മ മരിച്ചുപോയി. ഈ കുട്ടികളെ ഒരു അമ്മൂമ്മയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വളർത്തുന്നത്. അതിലൊരു കുട്ടിയും മന്ദബുദ്ധിയും കൂടി അയാളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അതാണ്, ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഒരു വ്യക്തിയുടെ ഒരു സ്വാതന്ത്ര്യമാണ്, ഭർത്താവിൻ്റെ സ്വാതന്ത്ര്യമാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ അനുകൂലിക്കുന്ന ഒരു സമൂഹ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്? ഇവര് സ്ത്രീ വിരുദ്ധതയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള അശ്ലീലം കലർന്ന സ്ത്രീ വിരുദ്ധത. ഒരു സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം മാത്രം. അതിൽ ഒരു സാധാരണ പോലെ സംഭവിക്കുന്നതാണ് ഈ കൺസെപ്ഷനും ഡെലിവറിയും. പൂച്ച പ്രസവിക്കുന്നില്ലേ, ആന പ്രസവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പൂച്ച പ്രസവിക്കുന്ന 6 കുട്ടികളിൽ ചിലപ്പോൾ 1 or 2 ബാക്കിയാവുള്ളൂ, ബാക്കിയൊക്കെ മരിച്ചു പോകുന്നുണ്ട് അല്ലേ, പല കാരണങ്ങളാൽ. അമ്മയ്ക്കും എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല, അവരുടെ ആരോഗ്യം അതൊന്നും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് ശാസ്ത്രം വളർന്നത് ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയുടെ കാര്യത്തിലാണ് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ളത്. ഈ ശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളതും ഒക്കെ ഈ ഒരു ഒബ്സ്റ്ററ്റിക്സ് വിഭാഗത്തിൽ തന്നെയാണ്. തികച്ചും സ്ത്രീക്ക് ഫേവറബിളായിട്ടുള്ള എത്രയോ കണ്ടെത്തലുകളുണ്ട്. തീർച്ചയായിട്ടും മോഡേൺ മെഡിസിനിലും ചൂഷണങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഇതിന് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മളതിനെ വിവേചനപൂർവ്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആവുന്നത് ഒരു സ്ത്രീക്കാണ്. കാരണം ഒരു സ്ത്രീയുടെ ജീവിതത്തിലാണ് ഏറ്റവും റിസ്കിയായ ഈ ഒരു പ്രസവം എന്നുള്ളൊരു സംഭവം നടക്കുന്നത്. അപ്പം അതിനെയാണ് നിഷേധിക്കുന്നത്, അതിനെയാണ് അവർക്ക് കിട്ടാതെ പോകുന്നതാക്കുന്നത് പുരുഷന്മാർ. അപ്പോൾ അത് സ്ത്രീയെ ഒതുക്കുക. സ്ത്രീ വീട്ടിലിരിക്കേണ്ട ആളാണ്, സ്ത്രീ ജോലി ചെയ്യേണ്ടതില്ല, സ്ത്രീ സ്വത്ത് സമ്പാദിക്കേണ്ടതില്ല, അതൊക്കെ പുരുഷൻ കൊണ്ടുവന്ന് തരും. പുതിയ കാലത്താണ് ഈ പറയണത്. അതിൻ്റെ കൂടെ അവൾ പ്രസവിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ അപകടങ്ങൾ ഈ പ്രസവം വീട്ടിൽ വരുമ്പോൾ? ഒന്ന് എന്ന് പറയണത്, ഇവർ ആൻറ്റിനേറ്റൽ ഈ ഗർഭസമയത്ത് വേണ്ട പരിചരണങ്ങളൊന്നും നടത്തുന്നില്ല, BP ചെക്ക് ചെയ്യുന്നില്ല, ഷുഗർ ഉണ്ടോ എന്ന് നോക്കുന്നില്ല. ഇപ്പോൾ ഷുഗർ നമ്മുടെ ഈ ഡയബറ്റിസ് വളരെ കൂടുതൽ ഉണ്ട് നമ്മുടെ ഒരു സമൂഹത്തിൽ, ജനറ്റിക്കലി ധാരാളമായിട്ടുണ്ട്. ഈ പ്രഗ്നൻസിയിൽ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാവാം. കുട്ടി ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ചു പോവാം, കുട്ടിക്ക് കഞ്ചനിറ്റൽ അനോമലീസ് ഉണ്ടാവാം, പിന്നെ കുട്ടിയുടെ സൈസ് വല്ലാതെ കൂടാം. ഈ കുട്ടിക്ക് ഇവർക്ക് തന്നെ 4.5 ഉണ്ട് കുട്ടീൻ്റെ സൈസ്. ഒരുപക്ഷെ അവർക്ക് ഷുഗർ കൂടി ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. അപ്പോൾ ഈ 4.5 ഉള്ളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇവർക്കറിയില്ല, ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഒരു പഠിച്ച ഡോക്ടർക്കാണത് മനസ്സിലാവുക. ചില സയൻസൊക്കെ ഉണ്ട്, കുഞ്ഞ് പുറത്തു വരില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ലേബർ നമ്മളത് കാണുന്നുണ്ട്. അപ്പം നമുക്കൊരു ഡിസിഷൻ എടുക്കാം, സിസേറിയൻ വേണമെന്നുള്ളത്. ഇവരത് ചെയ്യില്ല, ഇവർ എല്ലാം നോർമലല്ലേ, അവരിങ്ങനെ ഇവരെ സ്ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടേയിരിക്കും. അപ്പം എന്താ ഉണ്ടാവുക, ഗർഭപാത്രം തന്നെ പൊട്ടാം. അതിൻ്റെ ഫലമായിട്ടും കൂടി ആയിക്കൂടാന്നില്ല ഈ ഇവർക്കുണ്ടായ ബ്ലീഡിങ്. നമുക്കറിയില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയാത്തത് കൊണ്ട് അറിയില്ല. പക്ഷെ അതിനും സാധ്യതയുണ്ട് കുഞ്ഞിൻ്റെ സൈസ് കൂടുതലായാൽ. അപ്പോൾ ഈ സൈസും പെൽവിസും തമ്മിലുള്ള ഒരു റിലേറ്റീവ് ഇതുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. പ്രസവത്തിന് മുമ്പുണ്ട്, പ്രസവിക്കുന്ന ഡ്യൂറിങ് ദ പ്രോസസ്സ് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും നോക്കാനുള്ളൊരു സംവിധാനം ഒരുപക്ഷെ പഴയ കാലത്തെ ഈ ആയമാർക്കൊക്കെ ഒരുവിധം ചിലപ്പോൾ അവർക്ക് സംശയങ്ങൾ തോന്നാം. അവരുടെ പ്രാക്ടീസ് കൊണ്ട് അവരെത്രയോ കാലമായിട്ടത് പ്രാക്ടീസ് ചെയ്യുന്നു. അമ്മമാരെ കൂടെ മക്കൾ വരുന്നു, വർഷങ്ങളോളം അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ അവർ പഠിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് ശാസ്ത്രീയമല്ലല്ലോ. അവർക്കിപ്പോൾ ഒരു പ്രസവം നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇതിലായിരിക്കില്ല. മറുപിള്ള താഴെ ഉണ്ടാവാം. അതൊക്കെ ഗർഭസമയത്ത് നമ്മൾ സ്കാനിങ്ങിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ മറുപിള്ള താഴെയുള്ള, പ്ലസൻ്റ താഴെയുള്ള ഒരു സ്ത്രീയുടെ അവർക്ക് രക്തസ്രാവം ഉണ്ടാവുക. മുഴുവൻ താഴെയാണെങ്കിൽ ഇവർ പരിശോധിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടായി
കൊളാപ്സ് ചെയ്ത് പോവാം. പാർഷ്യലാണെങ്കിൽ പോലും ഈ സമയത്ത് രക്തസ്രാവം ഉണ്ടാവാം, പ്രസവം കഴിഞ്ഞിട്ടും രക്തസ്രാവം ഉണ്ടാവാം. ഈ പ്ലസൻ്റ് താഴെയാകുമ്പോൾ ബ്ലീഡിങ് കൂടുതലാവാൻ സാധ്യതയുണ്ട്. കാരണം താഴത്തെ ഭാഗം യൂട്രസ് കൺട്രാക്ട് ചെയ്യില്ല, ചുരുങ്ങില്ല, അതിങ്ങനെ ലാക്സായിട്ട് കിടക്കും, അപ്പോൾ ബ്ലീഡ് ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ, ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ. ബ്ലഡ് പ്രഷർ കൂടുന്നത് വെറും ബ്ലഡ് പ്രഷറല്ല. ബ്ലഡ് പ്രഷർ ഗർഭസമയത്ത് കൂടുന്നത് അതൊരു ടോക്സിക് കണ്ടീഷനാണ്. വളരെ കൂടുതൽ ചേഞ്ചുകൾ നമ്മുടെ ശരീരത്തിൽ, സിസ്റ്റങ്ങളിൽ, കിഡ്നിയിൽ, ലിവറിൽ ഒക്കെ ഉണ്ടാവുന്നുണ്ട് അത്. അപ്പോൾ ഇതൊന്നും വാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ലിവർ ഫെയിലിയർ വരാം, കിഡ്നി ഫെയിലിയർ വരാം, ചിലപ്പോൾ ഫിറ്റ്സ് വരാം. ഇതൊന്നും BP ഒന്നും നോക്കാത്തൊരു സ്ത്രീക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഉണ്ടാവാം, രക്തസ്രാവം ഉണ്ടാവാം, രക്തക്കുറവുണ്ടാവാം. അത് പിന്നീടുള്ള ജീവിതകാലത്തും അവരുടെ ജീവിതം പ്രശ്നഭരിതമാക്കാം. പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകൾ അവർ 35 വയസ്സാകുമ്പോഴത്തേക്കും മരിച്ചു പോകും. കാരണം കുറേ പ്രസവിക്കും, ആരോഗ്യം, ബ്ലഡ് ഉണ്ടാവുകയില്ല, എന്നിട്ട് ശ്വാസം മുട്ടി എഴിഞ്ഞും വലിഞ്ഞും നടക്കും, മരിച്ചു പോകും. ഇതിപ്പോ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പണ്ട് കാലത്ത് പൂർണ്ണമായും പ്രസവങ്ങൾ വീട്ടിലായിരുന്നു. എല്ലായിടത്തും എല്ലാ വീടുകളിലും പ്രസവം നടന്ന പഴയ ആളുകളും ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ ആ ഒരു ചേഞ്ച് ഇവരുടെ പ്രധാന വാദം അതാണ്. അന്ന് വീട്ടിൽ പ്രസവിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ പ്രസവിക്കാൻ പറ്റില്ല? കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പ്രസവിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതിന് കൃത്യമായ സൂപ്പർവിഷൻ ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവണം. പ്രസവത്തിന് മുമ്പ് ഇവരെ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ടാകണം. ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവ്. ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഒബ്സ്ട്രീഷ്യന് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നോർമൽ പേഷ്യൻ്റ് പെട്ടെന്ന് അബ്നോർമൽ ആവാം, അല്ലേ? അപ്പോൾ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ളൊരു യാത്രയാണ് വാസ്തവത്തിൽ ഒരു പ്രഗ്നൻസി, ഡെലിവറി എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് അത്രയൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ അത്രയൊന്നും പഠിച്ചിട്ടില്ലാത്ത പണ്ടത്തെ ആയമാർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ ചെയ്തിരുന്നത് ഓൺലി അവരുടെ പരിശീലനം കൊണ്ട് മാത്രമാണ്. അതെല്ലാം നോർമലാണെങ്കിൽ ശരി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അന്ന് നിവൃത്തിയില്ല, അന്ന് അങ്ങനെ ചെയ്യുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറേ സ്ത്രീകൾ നല്ല ആയമാരാണെങ്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, കുറേ സ്ത്രീകൾ മരിച്ചും പോയിട്ടുണ്ട്. അതൊരു സ്വാഭാവികതയായിട്ട് നമ്മൾ എടുത്തിരുന്നു. 4-5 പ്രസവിച്ചൊരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ച് മരിക്കുന്നു, ഓക്കെ, അത് ആക്സെപ്റ്റഡ് ആണ്, സ്വീകരിക്കുകയാണ്. ഇന്നിപ്പോൾ അത് സ്വീകരിക്കുമോ? ഇന്നിപ്പോൾ നമുക്ക് 1 കുട്ടി 2 കുട്ടി ഒരു പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നമാണെന്ന് നമുക്കറിയാലോ, ആശുപത്രിയിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീയുടെ ജീവൻ അത്രേ വില ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് അത്രേ വില ഉണ്ടായിരുന്നുള്ളൂ. 15 പ്രസവിച്ചിട്ട് 5 കുട്ടികളെ മാത്രം കിട്ടിയിട്ടുള്ള എൻ്റെ ഉമ്മയുടെ ബ്രദേഴ്സ്, അവർ 15 പേരുണ്ടായിരുന്നു അത്ര. പക്ഷെ അതിൽ 5 പേരെ സർവൈവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മരിച്ചു പോവുക, പ്രസവത്തിൽ മരിച്ചു പോവുക, പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മരിച്ചു പോവുക. അപ്പം അതൊക്കെ ഒരു സ്വാഭാവികതയായി എടുത്തിരുന്ന കാലത്ത് ശരിയാണ്, പ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. അന്ന് അങ്ങനെയല്ലാതെ പ്രസവിക്കാൻ നിവൃത്തിയുമില്ല. എൻ്റെ കൺമുന്നിൽ വെച്ച് ഞാൻ 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യ മരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഈ പ്ലസൻ്റെ താഴെയായിരുന്നു. അവരിങ്ങനെ ഒരു പൂൾ ഓഫ് ബ്ലഡിൽ എനിക്കൊരു ഗ്ലാൻസാണ് കിട്ടിയിട്ടുള്ളൂ. അവർ മുറിയിൽ അവർ മരിച്ചുപോയി. അപ്പോൾ ഡോക്ടറെ വിളിക്കാൻ പോയി, ഇരിങ്ങാലക്കുടയിൽ നിന്ന്, എത്രയോ ദൂരെ നിന്ന് ഡോക്ടറെ കൊണ്ടുവരാൻ പോയി. ഡോക്ടർ എത്തുമ്പോഴത്തേക്കും അവർ മരിച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല, പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം ഈ കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ ഈ കുഞ്ഞ് ചിലപ്പോൾ കരയില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ. എന്തുകൊണ്ടായിരിക്കും? അത് കുഞ്ഞിൻ്റെ ഓക്സിജൻ ലഭ്യത, അതായത് ലങ്സ് വികസിക്കുന്നില്ല, ബ്രെയിൻ ചിലപ്പോൾ ഓക്സിജൻ കുറഞ്ഞിട്ട് ആ ഒരു റെസ്പിറേറ്ററി സെൻറ്റർ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ബ്രത്ത് എടുക്കുന്നില്ല. ബ്രത്ത് എടുക്കാണ്ടായാൽ കുറേ കഴിയുമ്പോൾ എടുക്കുമായിരിക്കും, പക്ഷെ അപ്പോഴത്തേക്കും കുഞ്ഞിന് ബ്രെയിനിന് ഡാമേജ് വന്നിട്ടുണ്ടാവും. അപ്പം മന്ദബുദ്ധിയായിട്ട് കുഞ്ഞ് വളരാം. അപ്പം അതിനൊരു ടൈമിൽ ആ ഒരു ഇൻ്റർവെൻഷൻ കൊടുക്കുമ്പോഴേ നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഈ ഒരു വിശ്വാസം ഒരു മറയാക്കി ഇപ്പോൾ ഈ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു വിഭാഗം നമുക്ക് അത്ര പ്രകടമല്ലാത്ത രീതിയിലാണെങ്കിൽ ആ ഒരു വിശ്വാസം കൂടെ ഒരു വശത്ത്. അത് വിശ്വാസമാണോ? ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇരുന്ന് കാറിലിരുന്നിട്ട് ആലോചിക്കുകയായിരുന്നു. ഈ ശാസ്ത്രത്തിന് പിന്തിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു പ്രേരണ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടാകുന്നത്? ഇത് ചിലപ്പോൾ ഭയങ്കര ഇത് വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്
ഒരു ഒരു ചരിത്രപരമായിട്ട് തന്നെ അവർ ഈ ഒരു പാശ്ചാത്യ കോളനിവൽക്കരണത്തിനെയും പാശ്ചാത്യ ഭാഷയെയും ഒക്കെ നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടിരുന്നിരുന്നൊരു സമൂഹമാണ്. ഇപ്പം മലപ്പുറത്ത് തന്നെ നമുക്കറിയാലോ, ഈ പോർച്ചുഗീസുകാർ വരുന്നു, അതിനെതിരായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരോടുള്ള ആ വെറുപ്പ് കൊണ്ട് ഇതിനെയും വിദ്യാഭ്യാസത്തിനെയും അവർ എതിർത്തിട്ടുണ്ട്. അറബി മലയാളത്തിലേക്ക് ചുരുങ്ങുന്നു. പക്ഷെ പിന്നീട് അവർ വരുന്നു. പക്ഷെ ആ ഒരു കൾച്ചർ അവിടെയുണ്ട്. ഒരു പക്ഷെ ഇന്നും നമ്മൾ കാണുന്നത് ഈ ഒരു കൃത്യമാണത്. നമ്മൾ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. അവർ ഇസ്ലാം അപരവൽക്കരണം നടക്കുന്നുണ്ട്. ഒരു ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളും അത് പറയുന്നുണ്ട്, ചരിത്രപരമായിട്ട് തന്നെ. അപ്പം ഈ ഒരു സംഘർഷങ്ങൾ നിരന്തരം മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു മനോഭാവം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പുതിയ കാലത്ത് നമുക്കറിയാം, അമേരിക്കയും ഈ മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഘർഷണങ്ങൾ. അപ്പോൾ ഈ പാശ്ചാത്യ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ വാസ്തവത്തിൽ ഇസ്ലാമിക് കൾച്ചറിലാണ് വാസ്തവത്തിൽ ഈ ശാസ്ത്രത്തിൻ്റെയൊക്കെ ഒറിജിനൽ ഇത് വരുന്നതൊക്കെ. അവർ ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയണ്ടേ ഗോൾഡൻ എറയിലാണ് വാസ്തവത്തിൽ. പക്ഷെ പിന്നീട് അത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പാണ് പിന്നീട് വ്യാവസായിക വിപ്ലവം, പൈസ അങ്ങനെയൊക്കെ വരുമ്പോൾ ശാസ്ത്രം അവരുടെ കുത്തകയായി. അപ്പോൾ അവരുടെ കുത്തകയാവുമ്പോൾ ഇവർ പ്രതിപക്ഷത്ത്. ഇങ്ങനെ ഒരു ഞാനത് ഒരു മനഃശാസ്ത്രപരമായിട്ട് കൂടി ഞാൻ ആലോചിച്ചാണ്. ആ ഒരു അല്ല, അതൊരു ചരിത്രപരമായ ഒരു സാധ്യത കൂടി അവിടെ കിടക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഈ ലാഭേച്ഛയുള്ള ആളുകൾ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൽ വീണു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇതൊക്കെ നമ്മളെ ദ്രോഹിക്കാനാണ് എന്നുള്ള രീതിയിൽ പോലും പറയുന്നുണ്ട് ശാസ്ത്രം. വാക്സിൻ ഇപ്പം എന്നെ വേണമെങ്കിൽ വാക്സിൻ വിരുദ്ധമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. കാരണം ഞാൻ അനാവശ്യമായ വാക്സിനേഷനെ ഞാൻ എതിർക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എന്നെ അതോടുകൂടി വാക്സിൻ വിരുദ്ധ. നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റാമ്പിങ് അവിടെ ഉണ്ടല്ലോ. അപ്പോൾ കമ്പോളവൽക്കരണം അവിടെ ഉണ്ട്. മൂലധന താല്പര്യങ്ങൾ തീർച്ചയായിട്ടും മോഡേൺ മെഡിസിൻ്റെ രംഗത്ത് നല്ലോണം ഉണ്ട്, നല്ല മാതിരി ഉണ്ട്, നല്ല സാധ്യതയുണ്ട്. കാരണം മനുഷ്യന് പേടിയാണ്, ജീവനല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ പലതും അനാവശ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ എളുപ്പത്തിൽ ഇത് വിശ്വസിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു വാക്സിനേ മോശമാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എത്രയോ മാരക രോഗങ്ങളെ പ്രതിരോധിച്ചത് വാക്സിനേഷൻ കൊണ്ടാണ്. അനാവശ്യമായിട്ട് അത് നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് മോഡേൺ മെഡിസിൻ രംഗത്തുള്ള ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മോഡേൺ മെഡിസിനുള്ള ആളുകൾ അത് എന്താണ് നമ്മൾ പാശ്ചാത്യർ പറയുന്നതുകൊണ്ട് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലല്ലാതെ വാസ്തവത്തിൽ ചെറിയ രോഗങ്ങൾക്കൊക്കെ വാക്സിൻ ഇല്ലെങ്കിലും നമ്മുടെ ബോഡി തന്നെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ. ഈ രീതിയിലൊക്കെയാണ് ഞാനതിനെടുക്കുന്നത്, അങ്ങനെയാണ് സംസാരിക്കാറും. പക്ഷെ നമ്മളെ വാക്സിൻ വിരുദ്ധമായിട്ട് പറയുന്നത് ഇവിടെ എന്ന് വെച്ചാല് അങ്ങനെ എല്ലാം തള്ളിക്കളയുക, മോഡേൺ ശാസ്ത്രത്തിന് തന്നെ തള്ളിക്കളയുക. ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ എളുപ്പമാണ് ഇവിടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചരിത്രപരമായിട്ട് തന്നെ ഈ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ചരിത്രം അവിടെയുണ്ട്. അപ്പൊ എളുപ്പമാണ്. അല്ലാതെ ഈ മതം ഒരു ഘടകമല്ല. ഈ സിറാജുദ്ദീനാണെങ്കിൽ ഒരു പ്രഭാഷകനാണെന്നൊക്കെ സിറാജുദ്ദീന്റെ പ്രഭാഷണം ഞാൻ 1-2 കേട്ടിട്ടുണ്ട്. പറഞ്ഞാലും അയാൾ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് പുള്ളി എല്ലാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. അതെ, അത് അയാളുടെ വിശ്വാസം കൊണ്ടൊന്നുമല്ല. ഒന്ന് അയാൾ ഉപയോഗിക്കുന്നത് അയാൾക്ക് പൈസ ഉണ്ടാക്കാനാണ്. ഈ യൂട്യൂബ്, അയാൾ വലിയ അങ്ങനത്തെ കാറൊക്കെ ആയിട്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇത് പ്രസവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പം എൻ്റെ ഭാര്യയും പ്രസവിക്കട്ടെ, വീട്ടിൽ പ്രസവിക്കട്ടെ എന്നുള്ളൊരു തോന്നൽ. അയാൾ തന്നെ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിന്, അയാളിലൂടെ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിന് അന്ന് എൻ്റെ ഭാര്യ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പം സമ്പത്താണ് ഇതിന്റെ ഒരു പ്രധാന ഘടകം.
അന്ധവിശ്വാസത്തിന് അല്ലെങ്കിൽ മതത്തിനെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഈ തലക്കെട്ടൊക്കെ കെട്ടി പറയുന്ന ആളുകൾ എന്തുമാത്രം വിഡ്ഢിത്തങ്ങളാണ് വിളിച്ചോതുന്നത്. എന്നിട്ടും നമ്മുടെ ഈ മത നേതൃത്വങ്ങളൊന്നും ഇതിനെ നിയന്ത്രിക്കുന്നില്ല. നമ്മൾ എത്രയോ കാലമായിട്ട് അത് പറയുന്നുണ്ട്. കാരണം ഇത് തന്നെ ഒരു മുസ്ലിം അപരവൽക്കരണത്തിന് കാരണമാവുന്നുണ്ട്. കാരണം ഇതുപയോഗിച്ചുകൊണ്ട് കണ്ടില്ലേ എന്തൊരു വൃത്തികെട്ട മനുഷ്യരാണ്, എത്ര അപരിഷ്കൃതരാണ്, എത്ര സ്ത്രീ വിരുദ്ധരാണ് എന്ന് പറയാൻ സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മളെ പോലുള്ളവർ നിരന്തരം പറയുന്നതാ. ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട് ഫോർജം എന്ന് പറഞ്ഞിട്ട്, ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി അമംഗ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളിത് ഈ മൗലവിമാരുടെ ഈ ഇതുകൾക്കെതിരായിട്ട് നമ്മൾ വനിതാ കമ്മീഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിലനിൽക്കുന്നതിൻ്റെ കാരണം മതനേതൃത്വം കണ്ണടയ്ക്കുന്നുണ്ട്. മൗനം എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്ത്രീകൾ ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ ഒതുങ്ങി നിൽക്കട്ടെ, അത് നമുക്ക് സൗകര്യമല്ലേ. അവർ സ്വത്തി ഒതുക്കുന്നു, അവർ കല്യാണം കഴിച്ച് വഴങ്ങി നിൽക്കുന്നില്ല, ഡൈവോഴ്സ് ചോദിക്കുന്നു, അവർ വിദ്യാഭ്യാസം ചെയ്യുന്നു. വിദ്യാഭ്യാസമൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോയതായിരുന്നു. വിദ്യാഭ്യാസം ചെയ്തോട്ടെ, പക്ഷെ ഞങ്ങളുടെ കീഴിൽ നിൽക്കണം ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അവർ ഈ നിയമങ്ങളൊക്കെ മനുഷ്യവിരുദ്ധമാണെന്ന് പറയുന്നു. സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് സ്ത്രീക്ക് പകുതി എന്ന് ചോദിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർ വിചാരിക്കണമെന്ന് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് തന്നെ ഇവരെ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്കും കുഴപ്പമൊന്നുമില്ല. ഇവർ പറഞ്ഞോട്ടെ. അതെ, ഈയിടെ ഞാനൊരു പശ്ചിമ ബംഗാളിലെ ഒരു സ്റ്റഡി അത് നടത്തിയതാണ് അമർത്യാസെന്നാണ്. അമർത്യാസെന്നിൻ്റെ ഒരു പ്രതീജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അവർ സ്റ്റഡി കാണിക്കുന്നത് അവിടുത്തെ മുസ്ലിങ്ങളുടെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. പൊതുവേ ബംഗാളിൽ കേരളത്തിനേക്കാളും വളരെ മോശം അവസ്ഥയാണ് പൊതുവെ. അതിൻ്റെ അപ്പുറത്ത് മുസ്ലിങ്ങളുടെ നില അതിനേക്കാളും പരിതാപകരമാണ്. അപ്പം അതിൻ്റെ കാരണം അദ്ദേഹം സ്റ്റഡിയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, ശരിക്കും മുസ്ലിങ്ങൾ കൂടി താമസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ശതമാനം കൂടുതലുള്ള ജില്ലകളിലായാലും ബ്ലോക്കിലായാലും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറവായിരിക്കും, ആശുപത്രികൾ കുറവായിരിക്കും, ഡ്രെയിനേജ് സൗകര്യം കുറവായിരിക്കും, ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനം കുറവായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു അപരവൽക്കരണം നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതിനും കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു, സാമ്പത്തികമായിട്ട് ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കി സ്വന്തം മക്കളെങ്കിലും പഠിക്കണം എന്ന് അവർ വിചാരിക്കുന്നു, രാഷ്ട്രീയപരമായ പങ്കാളിത്തമുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ ശക്തരാണ്. നവോത്ഥാനത്തിൻ്റെ കാലത്തും അവിടെ സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യണം എന്നുള്ളൊരു ആ രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ അതില്ല. അപ്പം അദ്ദേഹം പറയണത്, ഇവർക്ക് അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവരിതെല്ലാം സ്വീകരിക്കും. ഇവർ ആശുപത്രിയിൽ തന്നെ പ്രസവിക്കും. പക്ഷെ അവർക്കിപ്പം നിവൃത്തിയില്ല. ആശുപത്രി എത്രയോ ദൂരെയാണ്, അവർക്ക് പോകാൻ നിവൃത്തിയില്ല. നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ നോക്കൂ. കേരളത്തിലെ മുസ്ലിങ്ങൾ എങ്ങനെയാണ്? 100% മുസ്ലിങ്ങൾ ആസ്പത്രിയിൽ തന്നെ പ്രസവിക്കുന്നു. അത് പറഞ്ഞ 2012 സ്റ്റഡി കഴിഞ്ഞ ഉടനെ അദ്ദേഹം എഴുതിയൊരു. അപ്പം ഞാൻ ചോദിക്കണേ, 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെന്ത് പിന്നോട്ട് കിടക്കുകയാണോ നമ്മൾ?